പഴമയിൽ എത്രയെത്ര അത്ഭുതങ്ങൾ നിറയുന്ന കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ആ സ്ഥലങ്ങൾ, അവയിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും പുതുതലമുറയ്ക്ക് കാണുവാനും കണ്ട് അത്ഭുതം കൂറുവാനും ദൈവങ്ങൾ തന്നെ അവയിൽ പലതും ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. അതെ, അവ കേരളത്തിലെ ക്ഷേത്രങ്ങളിലാണെന്ന് സംശയമില്ല. അത്തരത്തിലൊരു ക്ഷേത്രമായ മേദല കല്ലിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച്, അത്ഭുതങ്ങൾ തൂങ്ങി നിൽക്കുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച്. ശാന്തസുന്ദരമായ വനമേഖലയുടെ ഓരോരം ചേർന്ന് ദേവീ ക്ഷേത്രത്തിലേക്കുള്ള കരിങ്കൽ കൽപ്പടവുകൾ ആരംഭിക്കുകയായി. കൽപ്പടവുകൾ കയറിയെത്തുമ്പോൾ വലിയൊരു പാറക്കല്ലിൻ്റെ അടിയിലായി ആദിപരാശക്തിയായ ശ്രീ ദുർഗാദേവിയുടെ കമനീയമായ ശ്രീകോവിൽ. ഇവിടെ ദുർഗാദേവി കിഴക്കോട്ട് ദർശനമായി പഞ്ചലോക വിഗ്രഹത്തിൽ കല്ലിൽ ഭഗവതിയായി വാണരുളുന്നു. ദേവിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് വലതുവശത്തായി ഗണപതി ഭഗവാൻ ശ്രീകോവിലും. അത്ഭുതം എന്തെന്നാൽ ഈ ശ്രീകോവിലുകളുടെ മുകളിൽ നീളത്തിൽ ഭീമാകാരമായി നിൽക്കുന്ന പാറയുടെ ഒരു മൂല മാത്രമേ ഭൂമിയിൽ സ്പർശിച്ചിട്ടുള്ളൂ എന്നതാകുന്നു. നിലം തൊടാതെ തൂങ്ങി നിൽക്കുന്ന ഈ കല്ല് നിരീശ്വരവാദികൾക്ക് പോലും ഒരു ദുസ്വപ്നമായി ഇന്നും നിലകൊള്ളുന്നു. ദേവീ ചൈതന്യം നിറഞ്ഞു കവിയുന്ന ഇവിടുത്തെ ശ്രീകോവിലിനുണ്ട് പ്രത്യേകതകൾ. ദേവീബിംബം ശ്രീകോവിലിൻ്റെ നടുവിൽ നിന്നും 2 അടി വടക്കോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പണ്ട് ശ്രീകോവിലിൻ്റെ നടുക്കായിരുന്നെന്നും വിഗ്രഹം തനിയെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പറയപ്പെടുന്നു. പണ്ട് ജൈന ക്ഷേത്രമായിരുന്ന ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള പാറയിൽ കുത്തിയിട്ടുള്ള ജൈന ശില്പത്തിൽ നിത്യവും പൂജകർമ്മങ്ങൾ നടത്തിപ്പോരുന്നു. നിത്യപൂജയുള്ള ഈ അമ്പലത്തിൽ ദേവിയുടെ തിരുനാളായ കാർത്തിക നാൾ എല്ലാ മാസവും വിശേഷമായി കൊണ്ടാടുന്നു. വൃശ്ചികത്തിലെ തൃക്കാർത്തികയാണ് ഇവിടുത്തെ ഉത്സവം. ഈ ഉത്സവം 8 ദിവസം നീണ്ടു നിൽക്കുന്നു. ഇവിടുത്തെ പ്രത്യേകമായൊരു വഴിപാടാണ് ചൂല് നടക്കൽ വയ്ക്കൽ. ചൂല് കെട്ടിയുണ്ടാക്കി നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ത്രീകളിൽ ദേവി കനിയുകയും അവർക്ക് ഒരുപാട് മുടി വളർന്നു വരികയും ചെയ്യുമെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് താഴെയായി വളരെ പുരാതനമായ ക്ഷേത്രകുളം കാണാം. ക്ഷേത്രകുളത്തിനുള്ളിലുള്ള ചെങ്കൽ തൂണ് ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഇതിൻ്റെ പഴക്കം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാകുന്നു. ചാരിക്കൽ കുടുംബ ദേവസ്വത്തിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് MC റോഡിൽ മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും ഇടയിലുള്ള കീഴിലം ജംഗ്ഷനിൽ നിന്ന് മേദലയ്ക്കുള്ള റോഡ് വഴി 7 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മതിയാകും. പ്രകൃതി തീർത്ത ഈ അത്ഭുത മണ്ണിൽ ചവിട്ടി നിന്ന് ദേവിയെ പ്രാർത്ഥിച്ച് അനുഗ്രഹവും വാങ്ങി തിരികെ ഇറങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരനുഭൂതിയും ഒരു ദൈവീ ചൈതന്യവും മനസ്സിൽ വന്ന് നിറയുന്നു.